ഹലോ. അപ്പം ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങി. ഒരെണ്ണം നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണേ. അപ്പം അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ ആ ഫോട്ടോയിൽ കണ്ട പോലെയാണോ നമ്മുടെ പ്രൊഡക്ട്സ്, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ? അപ്പം ഞാനത് പൊട്ടിച്ച് കണ്ടില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് അത് പൊട്ടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള സാധനമാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. വേറൊന്നുമല്ല, 2 ബനിയനാണ്. ഇത് കോംബോ ഓഫറാണ്. അപ്പോൾ കുറേ പേരൊക്കെ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ടപ്പോൾ നല്ലതാണെന്ന് ഞാൻ കണ്ടു. അങ്ങനെ ഞാനും വാങ്ങി. അപ്പോൾ നമുക്കത് പൊട്ടിച്ച് നോക്കാം. ഇത് എനിക്ക് ആദ്യമേ പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു, കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് പൊട്ടിച്ച് നോക്കട്ടെ. തുണി കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് മെറ്റീരിയൽ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലതാണ് കേട്ടോ. നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട സെയിം സാധനം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ മെറ്റീരിയലും കൊള്ളാം. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അധികം ചൂടൊന്നും എടുക്കത്തുമില്ല. ഞാൻ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഫുൾ ലെങ്ത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. പിന്നുണ്ടായിരുന്ന ഒരു കളറ്, ഒരു ലൈറ്റ് ചാണകപ്പച്ച കളർ പോലത്തെ ഒരു ഷെയ്ഡാണേ. അതും നല്ലതായിരുന്നു കേട്ടോ. കീറിയതോ ഡാമേജ് ആയതോ ഒന്നുമല്ല. ഇതിൻ്റെ റേറ്റ് നിങ്ങൾ കേൾക്കണം കേട്ടോ. ഒരെണ്ണത്തിന് 80 രൂപ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. മീഷോയിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ എല്ലാവരും പറയും. എനിക്കും അങ്ങനെ കീറിയത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും സംഭവം ഓക്കെ ആയിരുന്നു, സെറ്റായിരുന്നു. നമ്മളുടെ അതിൻ്റെ ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ നല്ല മെറ്റീരിയലാണ്. ഈ തുണി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ക്യാമറയ്ക്ക് എത്രമാത്രം അത് ക്യാമറയിൽ വിസിബിളാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അടുത്ത വീഡിയോ നോക്കാവേ. അപ്പം ഞാൻ ആ ഡ്രസ്സ് ഇട്ട് നോക്കി, അത് വെച്ച് തന്നെ ഒരു വീഡിയോ എടുത്തു. നല്ല ഡ്രസ്സല്ലേ. അടുത്തത് എന്താണെന്ന് നോക്കിക്കോണേ. ഇതും നല്ല അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കുട്ടി ബാഗ് വേണം. അടുത്തൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നിബിളോ അല്ലെ കുഞ്ഞ് ടർക്കി, കുഞ്ഞുടുപ്പൊക്കെ വെക്കാൻ എൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നേ. അത് പെട്ടെന്ന് കീറിപ്പോയി. പെട്ടെന്നല്ല കേട്ടോ, ഒരു 4-5 വർഷം ഉപയോഗിച്ച് കീറിപ്പോയി. അപ്പം ഇതിൻ്റെ റേറ്റ് 100 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എല്ലാം ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ, റേറ്റ് എല്ലാം ഞാൻ കൊടുത്തേക്കാം. നല്ല അടിപൊളി സാധനമായിരുന്നു കിട്ടിയത്. ഈ ബാഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ. പിന്നെ ഒരു ഉറ മാത്രമേ ഉള്ളൂ കേട്ടോ. വേണ്ട, അതിൽ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് അത് ഓപ്പണായിട്ട് വരും. ആ ഒരൊറ്റ ഉറയും നല്ലതല്ലേ. നമുക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അല്ലാതെ തന്നെ നമ്മുടെ പ്രൊഡക്ട്സൊക്കെ ഇടാനും. പിന്നെ മുമ്പിൽ കുഞ്ഞ് ചെറിയ 2 ഉറകളുണ്ട്. നല്ലൊരു ബാഗാണ് കേട്ടോ. നല്ല ആ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. കടയിൽ എങ്ങനെ പോയാലും ഇതിനൊരു 350 രൂപയെങ്കിലും വാങ്ങിക്കും. പക്ഷേ ഇത് നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്കിത് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചതിലും അടിപൊളിയാണ് വന്നത്. അതിൻ്റെ ആ മെറ്റീരിയലൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെത്രമാത്രം നല്ല യൂസ്ഫുള്ളാണ്. അതും നമ്മുടെ ഈ റേറ്റ് വെച്ചിട്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോകുമ്പോൾ വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ബാഗ് കാണും. അതും ഞാൻ വിചാരിച്ച പോലെ തന്നെ, ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ. ആ മെറ്റീരിയലൊക്കെ സൂപ്പറാണ്. ഇത് 400 സംതിങ്ങിൻ്റെ ആയിരുന്നു. ഇതിൻ്റെ എല്ലാ റേറ്റ് ഫോട്ടോയും ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചതിലപ്പുറമാണ്. നല്ല കിട്ടു സാധനമാണ് കിട്ടിയത്. ഇത്രയും നല്ല സാധനമൊക്കെ മീഷോയിൽ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. കാണുന്നതിലും വളരെ ബോറായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരത്യാവശ്യം പോകേണ്ട ആവശ്യം വന്നപ്പോൾ എൻ്റെ ബാഗാണെങ്കിൽ മഴ നനഞ്ഞിട്ട് മൊത്തം കരിമ്പനടിച്ചു. അപ്പോൾ ഒരു ബാഗ് വേണമെന്ന് ഓർത്തിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇത്രയും സൂപ്പറാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിനും ഫ്രണ്ടിലൊരു ഉറയുണ്ട്. പിന്നെ അല്ലാണ്ട് ഇതാണ്ട് മേലിലൊരു ഉറ, അല്ലാണ്ട് വലിയ ഉറ തന്നെ 2 ഉണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ അത്യാവശ്യം വലുപ്പമുള്ള 3 ഉറയും പിന്നെ ഫ്രണ്ടിലൊരു കുഞ്ഞുറയും വരുന്നുണ്ട്. സൈഡിൽ നമുക്ക് ബോട്ടിൽ വെക്കാനായിട്ടൊരു ഇത് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ബാഗാണ് കേട്ടോ. അകത്താണ് ലാപ്പൊക്കെ വെക്കാൻ പറ്റുന്ന പോലെ, സൗകര്യമുള്ള പോലെ ഒരു കുഞ്ഞുറയും അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നല്ല പ്രൊഡക്റ്റാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ സാറ്റിസ്ഫൈഡാണ്. നല്ല ഈ റേറ്റിന് കേട്ടോ. നമ്മളെപ്പോലുള്ളവർക്ക് ഈ റേറ്റിന് ഇത്രയും നല്ല പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. കൊള്ളാം.
അടുത്തതുണ്ട്. ഞാൻ ഈ ഉടുപ്പ് ഇട്ട് നോക്കി, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും കളറും ഒക്കെ എനിക്കിഷ്ടമായി. ഇത് പക്ഷേങ്കിൽ മീഷോയല്ല കേട്ടോ, ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഓർഡർ ചെയ്തതാണ്. സൺസ്ക്രീമാണ്. അപ്പോൾ എൻ്റെ ഇത് തീർന്നു പോയി. ഞാൻ ലാക്മി ആയിരുന്നു യൂസ് ചെയ്തത്. അതിൻ്റെ ഭയങ്കര വിലയായതുകൊണ്ട് ഞാൻ ഓർത്തെന്നാൽ കോംബോ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പണി ചെറുതായിട്ടൊന്ന് പാളി. ഞാൻ മീഷോയിലാണ് വിചാരിച്ച ഡാമേജ് പ്രൊഡക്റ്റ് ആയിരിക്കുന്നു, പക്ഷെ നമ്മുടെ ഫ്ലിപ്കാർട്ടിലാണ്. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് എല്ലാത്തിനകത്തും ഒരു സാധനം തന്നെയാണെന്ന് തോന്നുന്നു അവർ നിറച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പം എനിക്കറിയില്ല, ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഒരു സാധനം തന്നെ 3 കുപ്പിയിൽ നിറച്ച് ഫില്ല് ചെയ്ത് നമുക്ക് തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ആ കുപ്പിക്കകത്ത് കൊള്ളാത്ത പോലെ സാധനമാണ്. ഇതിനകത്ത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കുപ്പിയിൽ കൊള്ളാത്ത പോലെ ക്രീമെല്ലാം നിറച്ച് കുത്തി നിറച്ചിട്ട് അത് മൊത്തം വെളിയിലെല്ലാം നിറഞ്ഞൊലിച്ച് എല്ലാം ആയി സ്പ്രെഡായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ച പോലെ ആയില്ല. എന്തായാലും വളരെ ഒരു ചതിവാണ് ഫ്ലിപ്കാർട്ട് ചെയ്തത്. ഞാനപ്പോൾ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമായിരുന്നു. ഇതിനകത്ത് 24 ഏപ്രിലാണ് കൊടുത്തേക്കുന്നത്. 36 മന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡെപ്പയൊക്കെ നോക്കി, ഫുൾ ക്രീം ഔട്ടാണ്, വെളിയിലാണ്. മറ്റേതും നിങ്ങൾ കാണും, ഒരുമാതിരി ഒരു പന്ന കുപ്പിക്കകത്ത് ക്രീം നിറച്ച് തന്ന പോലെയുണ്ട്. പക്ഷേ ഫ്ലിപ്കാർട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മീഷോയിൽ ഇത് ഞാൻ വിചാരിച്ചു, പക്ഷേ ഫ്ലിപ്കാർട്ട് നോക്ക്, മറ്റേ 2 ബോട്ടിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ബോട്ടിലാണ്. പക്ഷേങ്കിൽ ആ കുപ്പി നോക്കി ഒരുമാതിരി പണ്ടൊക്കെ ഈ കുപ്പയിലൊക്കെ കിടക്കുന്ന ഒരു ബോട്ടിലുണ്ടല്ലോ, അതുപോലെയുണ്ട് കണ്ടിട്ട്. എന്നാലും നമ്മളെ ഫ്ലിപ്കാർട്ട് നല്ലൊരു പണി തന്നാണ് നമുക്ക് വിട്ടത്. ഞാനപ്പോൾ മണപ്പിച്ച് നോക്കുമ്പോഴൊക്കെ എനിക്ക് എല്ലാത്തിനും സെയിം മണമാണ് തോന്നുന്നത്. ഏത് കയ്യിലെടുത്താലും സെയിം മണം തന്നെയാണ്. അപ്പം എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ, അത് സെയിം സാധനം തന്നെ. എനിക്ക് തോന്നി ഇവരിങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്രീം തന്നെയാണെന്ന് തോന്നി ഇതിനകത്ത് ഫില്ല് ചെയ്ത് തരുവാന്ന് എനിക്ക് തോന്നിയത്. കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഇനി അത് തെറ്റാണോ എന്നറിയില്ല. ഞാൻ ഇല്ലാത്തത് പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും എനിക്ക് തോന്നിയ കാര്യം അങ്ങനെയാണ്. അപ്പം ഞാൻ കയ്യിലൊക്കെ ഉരച്ച് നോക്കിയപ്പോഴൊക്കെ എനിക്ക് അങ്ങനെയാണെന്ന് തോന്നിയത്. പക്ഷേ ഇത് ഒരു ബോട്ടിൽ 100 ml വരുമെന്നാണ് കാണിച്ചിരുന്നത്. അങ്ങനെ 3 ബോട്ടിൽ 300 ml. എനിക്ക് ഒരു ബോട്ടിൽ തന്നെ 300 ml തോന്നി, കാരണം അത്രത്തോളം നിറച്ചു ഉണ്ടായിരുന്നു സംഭവം. അപ്പം ഇതെന്തായാലും ഫ്ലോപ്പായി. അപ്പം എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.